സോ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അർജുൻ സതി. സോ നമ്മളിന്ന് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഏപ്രിൽ 11-ാം തീയതി നമ്മുടെ തിയേറ്ററിൽ എത്തിയിട്ടുള്ള 3 മലയാള സിനിമകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ തന്നെയായിരിക്കും നമ്മൾ ആ 3 സിനിമകളുടെയും കംപ്ലീറ്റ് ഒപ്പീനിയൻ അല്ലെങ്കിൽ റിവ്യൂ പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടിരിക്കുക, കാരണം 3 സിനിമകളുടെ റിവ്യൂ നമ്മൾ ഈ ഒരു വീഡിയോയിലായിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞൊരു ലാസ്റ്റ് മന്ത് തന്നെ നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമ തന്നിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ബാക്കി സൗത്ത് ഇന്ത്യയിലുള്ള ബാക്കി സ്റ്റേറ്റ്സിലാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ മലയാള സിനിമ റീച്ച് ചെയ്യുന്നത്. സോ വളരെ ഹാപ്പി ആയിട്ടൊരു മന്തായിരുന്നു നമുക്ക് ലാസ്റ്റ് മന്ത്. സോ അതേപോലെ തന്നെയാണ് നമുക്ക് ഈ മന്ത് വന്നിരിക്കുന്നത്. സോ ഈ മന്ത് നമുക്ക് 3 സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ആദ്യമേ ഞാൻ പറഞ്ഞിരിക്കാം, 3 സിനിമകളും വളരെ നല്ല സിനിമകൾ തന്നെയാണ്. 3 സിനിമകൾ ഓക്കെ. ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ 3, 2, 1 എന്നൊരു ഓർഡറിലായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനിമ ജയ് ഗണേശൻ സിനിമയെ കുറിച്ചാണ്. സോ ഈ ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഈ സിനിമയുടെ കൂടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കൂടെ ഇറങ്ങിയ 2 സിനിമകൾ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ആവേശം എന്ന 2 സിനിമകളാണ്. സോ തീർച്ചയായിട്ടും ഈ 2 സിനിമകൾക്കും, ഈ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ആവേശമാണെങ്കിലും ശരി, വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. വളരെ എക്സ്പെക്ടേഷൻ ഉള്ള വളരെ ഹൈപ്പിൽ നിൽക്കുന്ന 2 സിനിമകളുടെ കൂടെയാണ് ജയ് ഗണേശൻ എന്ന സിനിമ ഇറങ്ങുന്നത്. സോ ഈ സിനിമ കാണാൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത്, അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചത് ഈ സിനിമയുടെ ഡയറക്ടറാണ്. രഞ്ജിത്ത് ശങ്കർ സാറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സോ പുള്ളിയുടെ മുമ്പത്തെ സിനിമകൾ പറയുമ്പോൾ നമ്മുടെ വർഷമാണെങ്കിലും സുദീപത്മികം, ഇങ്ങനത്തെ പുള്ളിയുടെ ഫിലിമോഗ്രഫിയിലുള്ള മിക്ക സിനിമകളും നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമകളാണ് പുള്ളിയുടെ ഫിലിമോഗ്രഫി വരുന്നത്. സോ പുള്ളി തരുന്ന ഒരു ഗ്യാരണ്ടിയിലാണ്, അല്ലെങ്കിൽ പുള്ളി ആ ഒരു ഡയറക്ടർ തരുന്ന നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പുള്ളിയുടെ സിനിമകൾക്കുള്ള ഒരു ക്വാളിറ്റി പുള്ളി എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. സോ ആ കോൺഫിഡൻസിന് പുറമെയാണ് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. സോ ഈ സിനിമ കാണാൻ പോകുമ്പോൾ എല്ലാ മലയാളികളെ പോലെ തന്നെ എനിക്കും കുറച്ച് മുൻവിധികളുണ്ടായിരുന്നു. ലൈക്ക് ഇതൊരു മേ ബി ഒരു ഹിന്ദു മിത്തോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ പവർ സിനിമയായിരിക്കാം, കുറേ ഫാൻറ്റസി കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയായിരിക്കാം എന്നൊക്കെ ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ കംപ്ലീറ്റ്ലി ഇതിനെ മാറ്റി മറിച്ചാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ആദ്യത്തെ 2 സിനിമകൾ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ആവേശമാണെങ്കിലും ശരി, ഈ 2 സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് അങ്ങനെ വലിയ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഞാൻ കാണാൻ പറ്റില്ല. കാരണം ബുക്കിംഗ് ഇല്ല എന്നല്ല, ലൈക്ക് മോർ ദാൻ 70% തിയേറ്ററും ഫില്ലാണ്. പക്ഷേ ബാക്കി 2 സിനിമകൾക്കാണെങ്കിൽ കംപ്ലീറ്റ്ലി തിയേറ്ററെല്ലാം ഫില്ലപ്പായി പോവുകയാണ് ചെയ്തത്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, വളരെ നല്ലൊരു സിനിമയാണ്. 2 മണിക്കൂർ ഈ സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. ഈ 2 മണിക്കൂർ പൂർണ്ണമായിട്ട് നമ്മളെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഈ സിനിമയുടെ കഥയ്ക്കാണെങ്കിലും ഇതിലെ പെർഫോമൻസസ് ആണെങ്കിലും ഈ ഡയറക്ഷൻ ആണെങ്കിലും നമ്മളെ കംപ്ലീറ്റ്ലി എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതിലെടുത്ത് പറയേണ്ട മെയിൻ ഒരു ആൾ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ. കാരണം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത പുള്ളിയുടെ വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് സിനിമ തന്നെയാണ് ഈ പറയുന്ന ജയ് ഗണേശ് എന്ന് പറയുന്നത്. ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പം കൊച്ചിയിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, കൊച്ചിയിൽ ഒരു തീപിടുത്തം കാരണമൊക്കെ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നായിരുന്നു. സോ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സംഭവം, അതിനെ ബേസ് ചെയ്ത് ഒരു എത്തിക്കൽ ആക്ടിങ് അറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സൈബർ ബേസ് ചെയ്തിട്ടുള്ള ആളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാൾ, ഒരു ഹാൻഡിക്യാപ്റ്റുള്ള പേഴ്സൺ, അദ്ദേഹത്തിന് അയാളുടെ ലൈഫിനെ ബേസ് ചെയ്ത് കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ പോകുന്ന സിനിമയാണ് ഈ പറയുന്നത് ജയ് ഗണേശ് എന്ന സിനിമ. എനിക്ക് എൻ്റെ റേറ്റിംഗ് ബേസ് ചെയ്തിട്ട് ഞാൻ 10-ന് 8.2 to 8.5 വരെ ഞാൻ റേറ്റ് ചെയ്യും. കാരണം ഒരു മസ്റ്റ് വാച്ചബിൾ സിനിമ തന്നെയാണ്, തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. ഒരു മോർ ദാൻ എബോ ആവറേജ് സിനിമ തന്നെയാണ്. കംപ്ലീറ്റ്ലി എൻഗേജ് ചെയ്ത് പോകുന്നത്, നല്ല നല്ല പെർഫോമൻസ് കാണാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഉണ്ണി പോകുന്നുണ്ട്, നല്ല പെർഫോമൻസ് കാണാൻ പറ്റുന്ന, നല്ലൊരു കഥ ബേസ് ചെയ്ത്, നല്ലൊരു ഡയറക്ഷൻ ബേസ് ചെയ്ത് പോകുന്ന സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയിക്കുക. 2ാമത്തെ സിനിമ വർഷങ്ങൾക്ക് ശേഷം. ഈ സിനിമയെക്കുറിച്ച് നിങ്ങളിപ്പോൾ ഒരുപാട് റിവ്യൂ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഫോർ ദ പാസ്റ്റ് 2 വീക്സ് ആയിട്ട് ഈ സിനിമയുടെ ഒരു ബിഫോർ റിലീസിന് മുമ്പായിട്ടുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. ധ്യാൻ ശ്രീനിവാസനും ബേസും തമ്മിലുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് ട്രെൻഡിങ്ങിൽ പോകുന്ന ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റഡാണ്. ഈ സിനിമ കാണുമ്പോൾ, ഞാൻ ഈ സിനിമ കണ്ടത് ഏരീസ് പ്ലസിലാണ്, ഓഡിയോ വണ്ണിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം, ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് വരെ ഒരു വിനീത് ശ്രീനിവാസൻ്റെ സിനിമയാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഹൃദയത്തിന് ശേഷം എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. സോ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻസും ഉണ്ട്. സോ ഫസ്റ്റ് ഹാഫിൽ പോകുമ്പോൾ ഒരു മീഡിയം ബേസിൽ പോകുന്ന സിനിമ, പ്രണയം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സൗഹൃദം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഒരു മീഡിയം പേസിൽ ഇങ്ങനെ പോകുന്ന സിനിമ. എനിക്ക് ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയത് ഒരു ഓക്കെ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഫ്രം ദി സെക്കൻഡ് ഹാഫ് ടു ദി ക്ലൈമാക്സ് ഈ സിനിമ പോകുന്ന രീതി ഭയങ്കര ഡിഫറൻ്റാണ്. ഇതിനു മുമ്പ് കുറേ തമാശകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആവുന്നുണ്ടെങ്കിൽ പോലും ബേസിൽ ജോസഫ് ഒരു ആക്ടർ വരുമ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂസിൽ കാണുന്ന പോലെ തന്നെ കളിയാക്കളുടെ തമാശകൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്പ്രഷൻസ്, ഇവർ കൊടുക്കുന്ന കുറേ ഗസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഫ്രം ദെയർ
അതിനുശേഷം നീരജ് മാധവൻ വരുന്നു. അതും നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ തിയേറ്റർ ഒന്ന് ഓളമാക്കി കൊണ്ടുവരുന്നു. അതൊരു പ്രിപ്പറേഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് ഒന്ന് ഓളമായി ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിവിൻ പോളി എന്നൊരു ആർട്ടിസ്റ്റ് വരുമ്പോൾ നമ്മൾ എത്രയോ നാൾക്ക് മുമ്പ് കണ്ടതാണെങ്കിൽ നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമയിലെ കണ്ടിട്ടുള്ള നിവിൻ്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് ആണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ്ലി പുള്ളിയാണ് പിന്നെ സിനിമ കംപ്ലീറ്റ്ലി കൊണ്ടുപോകുന്നത്. ലൈക്ക് ഒരു 20-25 മിനിറ്റ്സ് ആണ് പുള്ളി സിനിമയിലുള്ളത്. ഈ ഒരു 25 മിനിറ്റും തിയേറ്ററിനെ കംപ്ലീറ്റ്ലി ബഹളമാക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പിടിച്ചിരുന്ന രീതിയിലാണ് നിവിൻ്റെ പെർഫോമൻസ് വരുന്നത്. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട്, ഭയങ്കര കോമഡി ആയിട്ട്, ഭയങ്കര ആർട്ട് പോളിങ് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് പുള്ളി ഈ സിനിമ ചെയ്യുന്നത്. പുള്ളിയുടെ സിനിമയുടെ ക്യാരക്ടറിൻ്റെ പേര് തന്നെ നിവിൻ പോളി എന്നാണ്, ഒരു ആക്ടറാണ്. സോ നമുക്കറിയാൻ പറ്റും, നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് ഈ സിനിമയിൽ നിവിൻ പോളി എന്ന ആ ഒരു ആർട്ടിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ പുള്ളി കംപ്ലീറ്റ്ലി ഈ സിനിമയെ ഭയങ്കരമായിട്ട് പൊക്കി, ഭയങ്കരമായിട്ട് ഈ സിനിമയുടെ ലെവലിന് നിവിൻ പോളി എന്നൊരു ആർട്ടിസ്റ്റ് വന്നതിന് ശേഷം സിനിമയുടെ റേഞ്ചേ മാറിപ്പോയെന്ന് പറയാം. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. കാരണം ഒരുപാട് ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളും ഒരുപാട് എൻജോയബിൾ ചെയ്യാനുള്ള മുഹൂർത്തങ്ങളും ഈ സിനിമയിലുണ്ട്. പക്ഷേ എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഈ സിനിമകളൊക്കെ ഇതിൻ്റെ തമാശകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണും. ഒരു മാസ് ഓഡിയൻസുമായിട്ട് നിങ്ങൾ കണ്ടരുന്നത് മാത്രമേ നിങ്ങൾക്ക് ഈ സിനിമയിൽ ഈ ഒരു തമാശകളൊക്കെ വർക്കൗട്ട് ആകത്തുള്ളൂ. നമ്മുടെ OTT മൊബൈൽ പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ ഈ പറയുന്ന എല്ലാ തമാശകളും നമുക്ക് വർക്കൗട്ട് ആവണമെന്നില്ല. സോ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണും. കാരണം ഉറപ്പായിട്ടും ഈ സിനിമകൾ നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഈ സിനിമകളൊക്കെ അവിടെ വിജയിക്കുമെന്നുള്ളത് 100% ഷുവറായിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ മലയാളികളും ഈ സിനിമ തീർച്ചയായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. ഞാൻ ഈ സിനിമയ്ക്ക് റേറ്റ് ചെയ്യുന്നത് ഒരു 8.9 to 9 ആണ് ഞാൻ ഈ സിനിമയ്ക്ക് റേറ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് 10. ഓക്കെ. ആൻഡ് മൂന്നാമത്തെ സിനിമ, ദ മോസ്റ്റ് അവൈലബിൾ സിനിമ, ആവേശം. സുഷിൻ ശ്യാം എന്ന് പറയുന്നൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ള സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കൊരു ഓൾവേസ് നോട്ട് എ മിനിമം ഗ്യാരണ്ടി, ഒരു ഹൈ ഗ്യാരണ്ടി ഉണ്ട് പുള്ളിയുടെ സിനിമകൾക്ക്. ആൻഡ് രണ്ടാമത്തെ കാര്യം ജിത്തു മാധവൻ, ഈ സിനിമയുടെ ഡയറക്ടർ. പുള്ളിയുടെ മുമ്പത്തെ സിനിമയായിരുന്നു രോമാഞ്ചം. ഇത് ഡബിൾ ട്രിപ്പിൾ രോമാഞ്ചം എന്ന് പറയാം. കാരണം ഫ്രം ദി സ്റ്റാർട്ട് ടു ദി എൻഡ് കംപ്ലീറ്റ്ലി ഒരു എൻ്റർടൈനിങ് സിനിമ. ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഞാൻ 10:15 ഷോയ്ക്കാണ് സിനിമയ്ക്ക് പോകുന്നത് രാത്രി. കംപ്ലീറ്റ് തിയേറ്റർ ഈസ് ഓൺ. കംപ്ലീറ്റ് തിയേറ്ററിനെ എൻ്റർടൈൻ ചെയ്ത് ഭയങ്കര ബഹളവും കാര്യങ്ങളുമായിട്ട് കൊണ്ടുപോകുന്ന സിനിമയാണ്. ഇതിൽ 4-5 ക്യാരക്ടേഴ്സാണ് മേജറായിട്ട് പോകുന്ന ക്യാരക്ടേഴ്സ്. ഒന്ന് ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ, അതിന് 3 പയ്യന്മാരുടെ കഥ കാണിക്കുന്നുണ്ട്. സോ അവരുടെ ക്യാരക്ടേഴ്സാണ്. അതേപോലെ തന്നെ നമുക്ക് രോമാഞ്ചത്തിലൊക്കെ കണ്ടു പറഞ്ഞിട്ടുള്ള ഫഹദ് ഫാസിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്. പിന്നെ ഇതിൽ തന്നെ മിഥുൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ അമ്മയുടെ ക്യാരക്ടർ, അത് ബൈ സ്ക്രീൻ പ്രസൻസ് മാത്രമല്ല, അവരുടെ ബൈ വോയിസും അവർ സിനിമയെ കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തുകൊണ്ടൊരു സിനിമയാണ്. ഒരുപാട് തമാശകളും നമുക്കറിയാമല്ലോ, രോമാഞ്ചം നമുക്ക് അറിയായിരിക്കും, ഒരുപാട് തമാശകളും കാരണം ഇൻക്ലൂഡ് ചെയ്ത സിനിമയാണ്. സോ അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു എൻ്റർടൈനിങ് പാക്കാണ് ആവേശം. നിങ്ങൾ ആവേശം തിയേറ്റർ മിസ് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു മിസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാരണം നിങ്ങൾക്ക് അത് ഒരിക്കലും ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് OTT കിട്ടാൻ പോകുന്നില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞാൻ 9.2 to 9.3 ആണ് ഈ സിനിമയ്ക്ക് ട്രീറ്റ് ചെയ്യുന്നത്. സോ വീണ്ടും ഇതേപോലെ നല്ല സിനിമകൾ മലയാള സിനിമയിൽ വരട്ടെ. വീണ്ടും മലയാളം ഇൻഡസ്ട്രി കംപ്ലീറ്റ് പാൻ ഇന്ത്യയിൽ എല്ലാ ഇൻഡസ്ട്രി ആൾക്കാരും നോക്കിക്കാണുന്ന ഇൻഡസ്ട്രിയിൽ മാറട്ടെ. ഒരു മലയാളി എന്ന രീതിയിൽ, ഒരു മലയാളം ഇൻഡസ്ട്രി ലവർ എന്ന രീതിയിൽ ഞാനും ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള സിനിമകൾ എക്സ്പെക്ട് ചെയ്യുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 3 സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഞാൻ ഈ പറഞ്ഞ അഭിപ്രായങ്ങളാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. തുടർന്നുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.